So hey guys, welcome back. So ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഓഫ് റോഡ് പോകാൻ പോവാണ്. നമ്മളിന്ന് 3 ഡിഫറൻറ്റ് വെച്ചിട്ടാണ് ഈ ഓഫ് റോഡ് കയറാൻ പോണേ. ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡ് പോലും ഇല്ലാത്ത സ്ഥലത്തൂടെ അങ്ങോട്ട് ഇടിച്ച് കയറി അങ്ങ് പോകും. അതാണ് ഇന്നത്തെ പ്ലാന്. നമുക്കിന്ന് ഏറ്റവും ടോപ്പിൽ കയറണം കേട്ടോ, കയറാൻ പറ്റാത്ത സ്ഥലത്തിൻ്റെ ഒക്കെ. നമുക്ക് മാക്സിമം നോക്കാം. ഞാൻ എഞ്ചിനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, സ്റ്റോക്ക് ഡിഫൻഡർ കൊണ്ടാണ് വന്നത്. പിന്നെ മാസ്ക് തേണ്ട ആ ഒരു പിങ്ക് കളർ ഡിഫൻഡറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വേറൊരു മച്ചാൻ തേണ്ട അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്കണ്ണിലെ ആ ബഗ് അടിച്ചിട്ടിരിക്കുവാണ്. എന്തായാലും ഞാൻ ഇറങ്ങിയിട്ട് കയറുന്നൊന്നും ഇല്ല, ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് പോവാം. പിന്നെ നമ്മുടെ മാസ്ക് താണ്ട് ഇതിൻ്റെ അകത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇറങ്ങി വരുന്നൊന്നും ഇല്ലേ? അന്ന് ഇവിടെ ഇറങ്ങി വന്ന് നിൽക്കാൻ സമയമൊന്നും ഇല്ല, പെട്ടെന്ന് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം പോയിട്ട് വരാം. എനിക്ക് കുറച്ച് ബിസിയൊക്കെയാണ് ഞാൻ, അതാണ് ഞാൻ ഇതിൽ തന്നെ ഇരിക്കണം. അല്ലേ ഞാൻ ഇറങ്ങി നടക്കണല്ലേ, വേഗം വണ്ടി എടുക്കുക, നമുക്ക് മാക്സിമം പെട്ടെന്ന് പോകാൻ നോക്കാം. ഞാൻ ചിലപ്പോൾ ഇതിന് ഇടയ്ക്ക് ഇറങ്ങി പോകും കേട്ടോ. എടാ മാക്സിമം നമ്മുടെ ഈ ഒരു വീഡിയോക്കെങ്കിലും നിൽക്കടാ, നിന്നെ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര ഇതാണ്. എന്നാൽ എനിക്ക് പല പല വീഡിയോ എല്ലാവരും സെറ്റായിട്ട് നിൽക്കണമൊക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര തിരക്കായതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കാവുന്ന ടൈമില്ല. അതാണ് അണ്ണമ്മ വണ്ടി എടുക്കുക. എന്നാൽ ഞാൻ വണ്ടി എടുക്കാം. നമ്മുടെ മറ്റേ മച്ചാനും തേണ്ട ഡിഫൻഡർ കയറി ഇരിക്കുകയാണ്. ഇവർ രണ്ടുപേരും വണ്ടി കയറി ഇരിക്കുകയാണ്. പിന്നെ ഞാൻ മാത്രം ഇതിൻ്റെ കൂടെ നിൽക്കുന്നത്. നമുക്ക് കൂടെ അങ്ങ് പോവാം. അങ്ങോട്ട് പോകുന്നതിന് പ്ലാനും ഉണ്ടോ? നമുക്ക് മൗണ്ടൈനിൽ പോവാം. മൗണ്ടൈനിൽ കുറേ വലിയ മലയൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടൊക്കെ കയറി പോകാൻ നോക്കാം മാക്സിമം. എന്നാൽ വേഗം വണ്ടി എടുക്കാൻ നോക്കും. ഞാൻ കുറേ നേരം ഇവിടെ തന്നെ നിൽക്കുന്ന കേട്ടോ. ഞാൻ അതിനേക്കാളും മുമ്പ് വന്നേ മാസ്കേ. ഞാനിപ്പോൾ വന്നേ ഉള്ളൂ, എന്നാലും എനിക്ക് പെട്ടെന്ന് പോകണം. ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. ഒന്നെണ്ണ വേഗം വണ്ടി എടുക്കാൻ നോക്കും. മാസ്കിന് അവിടെ പോകണമെന്ന്. നിങ്ങൾ ഫ്രണ്ടിൽ വിട്ടോ. അണ്ണ ഈ മൗണ്ടൈനിലോട്ടുള്ള റോഡൊന്നും എനിക്കറിയില്ല. എന്നാൽ പിന്നെ അണ്ണൻ പറഞ്ഞേ ഞാൻ ഫ്രണ്ടിൽ പോവാം. എടാ മൗണ്ടൈനിലോട്ട് വലിയ റോഡൊന്നും അറിയാവുന്നില്ല, നീ നേരെ സിറ്റി 1 പോകും. ഓക്കെ എന്നാൽ അവിടെ നിന്ന് ബാക്കി പറഞ്ഞാൽ മതി. ഞാൻ നേരെ സിറ്റി 1 പോവാം. മാസ്ക് നീ വരുന്നില്ലേ? എന്നാൽ ഒരു സ്ഥലം വരെ പോവാണ്ടായിരുന്നു, ഞാൻ നോക്കട്ടെ. ചിലപ്പോൾ നിങ്ങളുടെ ഇവിടെ വരാം, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടോ. അവിടെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നീ പോവാണ്. എന്നാൽ ഞാൻ മര്യാദയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കാന്ന് ഓർത്തു, പക്ഷേ ചെറിയൊരു പണിയുണ്ട്. ഞാൻ ഇറങ്ങിയേക്കോ കേട്ടോ. ശരി എന്നാൽ നമുക്ക് വേറെ ഒരു ദിവസം സെറ്റാക്കാം. ഇന്ന് നിങ്ങൾ എന്തായാലും രണ്ടുപേരും പോയിട്ട് വാ. ആടാ ഓക്കെ. ഇവനെങ്ങോട്ടാ കേസ് പോയാൽ മറ്റവൻ? അതേണ്ട ഫ്രണ്ടി കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാസ്ക് പിന്നെ കേസ് ഗെയിമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ പഴയ പോലെ സെറ്റായിട്ട് വരണം എന്നൊക്കെ ഓർത്ത് കേസ് അവനെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നായിരുന്നു. പക്ഷെ അവനിപ്പോൾ റിയൽ ലൈഫ് കേസ് കുറച്ച് തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ കൂടെ അങ്ങനെ CPM ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല കേസ്. എന്തായാലും ഇപ്പോൾ അവൻ നേരെ ഗെയിമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേസ്. അപ്പോൾ ഇനി വേറെ വല്ല ദിവസം സെറ്റാക്കാം. എന്തായാലും മാക്സിമം അവനെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കേസ് ഞാൻ കൊണ്ടുവരാം. കുറേ പേര് മാസ്ക് എന്തെങ്കിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ സീന്. മാസ്ക് എന്തായാലും കേസ് തിരിച്ചൊരു കമ്പാക്ക് എന്തായാലും ഉണ്ടാവും. അവൻ എന്തായാലും വരാതിരിക്കുമൊന്നുമില്ല കേസ്, അവന് കുറച്ച് തിരക്കല്ലേ ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളത് വരുന്ന വീടുകളിലെങ്കിൽ സെറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് സെറ്റാക്കി എടുക്കാം. പിന്നെ ഈ CD തിരക്കാനുള്ള ലൈക്ക് എടുത്തില്ല കേസ്, ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക. പ്രത്യേകിച്ച് ലൈക്ക് ടാർഗറ്റ് ഒന്നുമില്ല. പിന്നെ ഇതുപോലത്തെ വീഡിയോസാണ് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവൻ അങ്ങ് എത്തിയെന്നാട്ടോ തോന്നുന്നു. ഇവിടെ ഒന്നും കാണുന്നൊന്നുമില്ല. മിക്കവാറും സിറ്റി 1 എത്തിയിട്ടുണ്ടാവും ഗൈസ്. അവിടെ നിന്ന് എന്തായാലും അങ്ങോട്ടും പോയിട്ടൊന്നും ഉണ്ടാവില്ലേ. സിറ്റി 1 കഴിഞ്ഞിട്ട് അവൻ റോഡ് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും പോകണം. ഞാൻ സിറ്റി വരെ നോക്കട്ടെ ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കാണിച്ചു തരാം കേട്ടോ. പറഞ്ഞ പോലെ തന്നെ ഈ സിറ്റിയിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ബാക്കി റോഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവനൊന്ന് ഫ്രണ്ടിൽ കയറി പോയായിരുന്നെങ്കിൽ. ഫ്രണ്ടിൽ കയറി പോകണം. എന്നാൽ ഇപ്പം ശരിയാക്കി തരാം. പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ പിന്നെ ബേക്ക് വരാൻ ഓർത്തു. നീ ഫ്രണ്ടിൽ കയറി പോകുന്നല്ലേ എന്നെ വീഡിയോ കാണുകയുള്ളൂ. അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കാണ്ട് കേട്ടോ. അതെന്തായാലും ഞാൻ പറയാം, നീ നേരെ വിട്ടോ. അപ്പം എന്തായാലും പറഞ്ഞാൽ മതി. ഞാൻ ഈ വഴിക്ക് എപ്പോഴും വരുന്നേ, മൗണ്ടൈനും പോകുന്നേ. പക്ഷെ ഞാൻ ഈ റോഡ് മറന്നു. അതൊരു വല്ലാത്ത മറവിയാണല്ലോടാ. റോഡ് കണ്ടാലും നിനക്ക് മനസ്സിലാവില്ല. റോഡ് കണ്ടിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങ് എവിടെയെങ്കിലുമൊക്കെ എത്തിക്കഴിയുമ്പോൾ മനസ്സിലാവും മൗണ്ടൈനാണ്. അല്ലാതെ റോഡ് കാണുമ്പോൾ പോലും എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങോട്ടാ പോകേണ്ടത്. അത് വല്ലാത്തൊരു മറവിയാണല്ലോടാ. എനിക്ക് എന്നാന്നറിയില്ലണ്ണ, ഭയങ്കര മറവി ഈടെയായിട്ട്. ഞാൻ പിന്നെ നല്ല എഞ്ചിനൊക്കെ ചെയ്തിട്ടോ വരുന്നത്. അണ്ണൻ ഈ സ്റ്റോക്ക് എഞ്ചിനും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് മല കയറും അങ്ങോട്ട്. ഡിഫൻഡറിലടാ കയറിപ്പോക്കോളൂ. LC ഒക്കെ സ്റ്റോക്ക് എഞ്ചിനും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നീ പിന്നെ നോക്കുക വേണ്ട, കയറൂല. പക്ഷെ ഡിഫൻഡർ അങ്ങനെ ഇരിക്കൂലെന്നാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. ഈ കോൺഫിഡൻസ് വെച്ച് പോട്ട് വല്ലതും നടന്നാൽ മതി. അല്ല എൻ്റെ ഡിഫൻഡറിൽ കയറിക്കുക, നമുക്ക് ഒന്നിച്ച് കയറി പോവാം. അതിൻ്റെ ആവശ്യമൊന്നും വരൂല. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണേ, നേരെ പോലെ. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണമായിരുന്നു. ഞാൻ ഇപ്പം നേരെ വിട്ടേനാട്ടോ, പറഞ്ഞാൽ നന്നായി. അല്ല ഇവിടെ ലെഫ്റ്റിലോട്ട് റോഡൊന്നും കാണുന്നില്ലോ. എടാ നീ മൗണ്ടൈനിൽ പോയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ എത്തിയിട്ട് പോലും മനസ്സിലാവുന്നില്ലടാ അങ്ങോട്ടാ പോകുന്നത്. ഇല്ലെണ്ണ എവിടെയൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ആ ഒരു ചെക്ക് പോസ്റ്റ് കണ്ടാ അറിയാം മൗണ്ടൈനാണ്. എടാ അത് പിന്നെ ആർക്കും അറിയത്തില്ലേ ചെക്ക് പോസ്റ്റ് കണ്ടാ മൗണ്ടൈനിലോട്ട് കയറുവാന്ന്. അതേത് ചെറിയ കൊച്ചിനെ വരെ അറിയാം, അതുകൊണ്ടാണല്ലോ എനിക്ക് മനസ്സിലാവുന്നത്. എന്നെക്കാളും വേദം മാസ്ക് ആയിരുന്നല്ലോ, അവന് റോഡെങ്കിലും അറിയായിരുന്നു. പിന്നെ കുറച്ച് തള്ളു കേൾക്കണമെന്നേ ഉള്ളൂ. അല്ല എനിക്കിപ്പോൾ റോഡ് മനസ്സിലായി. ഞാൻ പിന്നെ അങ്ങനെ തള്ളു പറയാറൊന്നുമില്ല. അങ്ങനെ ഞാൻ തള്ളുന്ന ഒരാളുമല്ല. പിന്നെ ആകപ്പാടെ എനിക്കുള്ളൊരു കുഴപ്പം എന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു മറവി. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ വഴിയൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇപ്പം ഞാനങ്ങ് പോയെന്ന് ഓർത്തിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് വഴി അറിയാതൊന്നും ഓർക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വന്ന വീട് നീ ഇപ്പം മറന്നു കാണുള്ളൂ. നമ്മൾ ഏത് വീട്ടിൽ നിന്ന് വന്നാൽ നമ്മൾ സിറ്റിയിൽ നിന്നല്ലേ വന്നേ. എടാ ഇങ്ങനെയാണെങ്കിൽ നീ എന്നെ മറന്നു പോകും കേട്ടോ. നീ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്നോട് ചോദിക്കൂല എൻ്റെ കൂടെ എന്തിനാടാ നീ വരുന്നത്. ഇല്ലെണ്ണ നമ്മൾ സിറ്റി 1 നിന്നല്ലേ വന്നേ. അണ്ണ എന്താണ് വെറുതെ എനിക്ക് ഓർമ്മയില്ലെന്നും പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഇടാക്കുന്നേ. എന്തേലും വീട് നീ ഇപ്പം ഇത് നോക്ക്. നമുക്ക് ഇവിടെ നല്ലൊരു ഓഫ് റോഡ് അടിക്കാൻ നോക്കണം, നല്ല സ്ഥലമുണ്ട്. എന്തായാലും അണ്ണ ഫ്രണ്ടിൽ കയറി നോക്കിയോ. എനിക്ക് ഇവിടുത്തെ വഴിയൊന്നും കറക്റ്റ് അറിയത്തൊന്നും ഇല്ലോ. അണ്ണ എന്തായാലും വന്നേ ഒരു ഇത് വെച്ചിട്ട് നോക്കും നല്ല ഓഫ് റോഡ് അങ്ങോട്ടാണ്. എടാ ഇവിടെ നീ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് റൈറ്റിലോട്ട് കയറി. ഇവിടെ നിന്നല്ല കേട്ടോ, ഇവിടെ നിന്ന് കുറച്ച് നേരെ പോയിട്ട് റൈറ്റിലോട്ട് റോഡ് കാണാം, അങ്ങോട്ട് കയറിക്കോ. അണ്ണ എനിക്ക് ഇവിടുത്തെ റോഡൊന്നും വലിയ എടുത്തില്ല. അണ്ണ എൻ്റെ ഫ്രണ്ടിൽ കയറിപ്പോക്കോ, ഞാൻ സ്ലോ ആയിക്കോളൂ. എന്നാൽ ഞാൻ ഫ്രണ്ടിൽ കയറിക്കോളൂ, നീ അവിടെ സ്ലോ ആക്ക്. എൻ്റെ ബേക്കിൽ തന്നെ വന്നോ കേട്ടോ. ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ. ഇവിടെ ഞാൻ വിചാരിച്ച പോലത്തെ ഓഫ് റോഡ് കിട്ടുമോന്നൊന്നും അറിയില്ല ഗീസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം.
ഇവിടുന്ന് നേരെ കയറി പോയിട്ട് ഏതെങ്കിലും ഒരു മലയിലോട്ട് നമുക്ക് കയറി പോകണം. ഇവിടെ വലിയ മലയൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, അപ്പം അങ്ങോട്ട് റോഡൊന്നും ഉണ്ടാവില്ല. നമുക്ക് മാക്സിമം എങ്ങനെയും കയറി പോകണം. എടാ നീ ഫ്രണ്ടിൽ കയറിക്കോ. എനിക്ക് തോന്നിയായിരുന്നു അണ്ണ അവിടെ സ്ലോ ആയി കളിക്കുന്ന കണ്ടപ്പോളെ. ഞാൻ എന്തായാലും ഫ്രണ്ടിൽ പോവാം. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പോകണ്ടേ? ലെഫ്റ്റിലോട്ട് റോഡ് കാണുന്നുണ്ട്, അത് കയറിപ്പോട്ടെ. ആ ലെഫ്റ്റിലോട്ട് തന്നെ കയറിക്കോ. അതിൻ്റെ ടോപ്പിൽ പോവാം. അതിൻ്റെ ടോപ്പിൽ നിന്ന് വേറെ വല്ല മല കാണുവാണെങ്കിൽ അങ്ങോട്ട് കയറാം. ആ മാസ്കും കൂടെ ഉണ്ടെങ്കിൽ സെറ്റായിരുന്നു. നമ്മൾ 3 പേരും കൂടെ അങ്ങ് പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ 2 പേരേ ഉള്ളൂ. ഞാനും മാസ്കും മാത്രം ഇറങ്ങിയതായിരുന്നെങ്കിൽ ഇന്നത്തെ വീഡിയോ ഫ്ലോപ്പ് ആയി പോയേനെ. എന്തോ ഭാഗ്യത്തിന് നമ്മൾ ഈ ഒരു മച്ചാനെ കൂടെ വിളിച്ചാട്ടെ. ഈ മച്ചാൻ്റെ പേര് നൈപ്പർ എന്നാണ്. അതെ, ഞാൻ ഫസ്റ്റ് ടൈമിലാട്ടോ ഇങ്ങനെ വീഡിയോയിലൊക്കെ വരുന്നത്. ഞാൻ അങ്ങനെ ഇതുവരെ വീഡിയോയിലൊന്നും വന്നിട്ടൊന്നുമില്ല. ഈ ഗെയിം ഇങ്ങനെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഇപ്പോൾ കയറിയത്. ഇവനുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് കേസ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഓഫ് റോഡ് അടിക്കൊന്നും വരില്ല. ഇവിടെ അങ്ങനെ നിർത്തിയിട്ട് നമ്മുടെ ഈ ഒരു ബോണറ്റ് തുറന്ന് നോക്കണം ഗെയ്സ്, ഹീറ്റ് ആവുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഞാൻ അവിടെ അങ്ങനെ നിർത്തട്ടെ. ഓവർ ഹീറ്റായിട്ട് ഈ വേറെ എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്ന പോലെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. എടുക്കാതെ വെച്ച വണ്ടി ആയതുകൊണ്ടാന്ന് തോന്നി. എന്നാലും ഇതിനൊന്നും അങ്ങനെ പണി വരുന്നതല്ലായിരുന്നു, പക്ഷെ പണി വന്നാൽ ഒന്നൊന്നര പണിയായിരിക്കും. നമുക്ക് ജസ്റ്റ് അത് നോക്കാം. ബോണറ്റ് തുറന്നിട്ട് നോക്കിയിട്ട് വേറെ സീനൊന്നുമില്ല. ഞാൻ വിചാരിച്ച ഇപ്പോഴും അങ്ങനെ നിന്ന് കത്തുമായിരിക്കുമെന്ന്. കത്തുന്നൊന്നുമില്ല കേട്ടോ. ഇനി ബാക്കി നമ്മൾ ഓഫ് റോഡ് പോകുമ്പോൾ ഇത് കത്തുമോ എന്നറിയില്ല. ഇതുവരെ നമ്മൾ വന്ന ഒരു ഓഫ് റോഡൊന്നും അല്ല, ജസ്റ്റ് ഒരു റോട്ടിൽ കൂടെ ജസ്റ്റ് ഓടിച്ചു വന്നു, അത്രേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ ഓഫ് റോഡ് വന്നത്. അവൻ അവിടെ എന്നെ കാണിക്കുക. അണ്ണ ഇവിടെ മറ്റേ പൈസ ഉണ്ടായിരുന്നു കേട്ടോ, അത് എടുക്കാൻ വേണ്ടി വന്നേ. ഞാൻ വരുവാ, അവിടെ തന്നെ വന്നു. നീ ഇങ്ങ് വന്നിട്ട് വേണം നമുക്ക് ബാക്കി അങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നോക്കാം. ഈ ഒരു മല കയറിയാലോ? പക്ഷേ ഈ ഒരു മല കയറൽ ഭയങ്കര റിസ്ക് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അവനിങ്ങ് വരുവാണെങ്കിൽ അവനോട് കൂടെ ജസ്റ്റ് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുമോ നോക്കട്ടെ ഫസ്റ്റ്, എന്നിട്ടല്ലേ നമുക്ക് ആ ഒരു മലയിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ പണ്ടത്തെ ഏതൊരു വീഡിയോയിൽ നമ്മൾ കുറച്ച് പേരുടെ കൂടെ വന്നിട്ട് ഇത് കയറി പോയിട്ടുണ്ട്. അത് ഈ ഒരു സൈഡിൽ കൂടെ ഇതിലെയാണ് കയറി പോയത്. നോക്കട്ടെ, ഇവൻ ഇത് ഇറക്കിക്കൊണ്ട് വരുന്നേ. അടുത്തൊന്നും ഇതിലെ ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റൂലടാ. പറ്റൂല, ഇത് കണ്ടിട്ട് അങ്ങ് ഇറങ്ങി പോകുന്നവരുണ്ടല്ലോ. ഇവിടെ ഭയങ്കര താഴ്ച ഉണ്ടോ? നിനക്ക് ഞാൻ നോക്കട്ടെ. ഓ, ഇതിൻ്റെ താഴത്തോട്ട് വലിയ താഴ്ച പോലെയല്ലേ. ഇത് ഇറക്കൽ കുറച്ച് റിസ്ക് ആയിരിക്കും, എന്നാലും ഞാൻ നോക്കാം. ഞാൻ നോക്കിയിട്ട് സേഫ് ആണെങ്കിൽ പറയാം. എടാ നീ ഇതങ്ങോട്ട് വലിയ സിമ്പിളായിട്ട് അങ്ങ് പോകണ കേസ്, അതാണ്ട് അവൻ ഇറങ്ങിപ്പോകുന്ന കേസ്. അവിടെ ഭയങ്കര താഴ്ച കേട്ടോ, നോക്ക്. എടാ അത് സിമ്പിളായിട്ട് ഇറങ്ങിപ്പോയി. എന്നെയാണ് നോയിക്കൊണ്ടിരിക്കാതെ പോയിട്ട് വണ്ടി എടുത്തോണ്ട് പോകും. ഇത്രയും സിമ്പിൾ സ്ഥലം നമ്മളവിടെ നിന്ന് കാണുമ്പോൾ ഉള്ളത് ഇതൊക്കെ ഉള്ളൂ. ഇനി ഏത് ഈ മലയാണോ കയറേണ്ടത്? ഞാൻ നിൽക്ക് റോഡ് നോക്കട്ടെ. എടാ അവിടെ ഒരു റോഡുണ്ടാ, പണ്ടങ്ങനെ നമ്മൾ കയറി പോയതാ. പക്ഷെ അത് ഭയങ്കര റിസ്ക്കാണ്. വേറെ വല്ല റോഡുണ്ടോ എന്ന് നോക്കി. റോഡൊന്നും പറയാൻ പറ്റൂല അത്. പക്ഷെ നമ്മുടെ ഡിഫൻഡറിന് ഈ ചെറിയൊരു സ്ഥലമൊക്കെ കിട്ടിയാൽ മതി, അങ്ങ് കയറി പോക്കോളും. ഇപ്പോൾ ഇതടച്ചിട്ട് നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ വണ്ടി എടുത്തിട്ട് ഇതങ്ങ് ഇറങ്ങി പോവാം. ഇതിറങ്ങി പോകുമ്പോൾ തന്നെ മിക്കവാറും ഗ്ലാസ് മൊത്തം പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേസ്. എന്തായാലും നോക്കട്ടെ. അവൻ ആ മല കയറിയോ? ഞാൻ ഇവിടെ നിന്ന് ഇത് ഇറങ്ങി പോകുമ്പോൾ തന്നെ അവൻ മിക്കവാറും ആ മല കയറി പോകും തോന്നുന്നു. അതിന് മുമ്പ് നമുക്ക് നേരെ താഴോട്ട് ഇറങ്ങണം. പിന്നെ ഇതിലേക്കൂടെ ഇറങ്ങിയത് ഇതിൻ്റെ ഇൻറ്റീരിയലിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും തിരിയുന്ന പോലുമില്ല കേസ്. അപ്പോൾ ഈ ഒരു കല്ലിൻ്റെ അടുത്തൂടെ എങ്ങനെയാണ് അവൻ ഇറങ്ങിപ്പോയത്. ഇങ്ങനെയാണ് കേസ് പോയത്. വലിയ സീനില്ലായിരുന്നു കേട്ടോ. വലിയ സീനില്ലാതെ ഇങ്ങ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് കാണുന്നുണ്ട് കേട്ടോ. ഇതിലേക്കൂടെ കയറി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കുറച്ച് സ്പീഡ് വരണമെന്നാ, നല്ല വന്ന് കയറിയിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് അപ്പുറത്തുനിന്ന് വരാം കേസ്. നമുക്ക് ഈ ഒരു മരത്തിൻ്റെ എല്ലാം അപ്പുറത്തുനിന്ന് ഒരു സ്പീഡ് വരാം. പക്ഷേ ആ റോഡ് എങ്ങോട്ടാണെന്ന് ഞാൻ നോക്കിയില്ല കേസ്. റോഡ് നോക്കാതെ ആണല്ലോ നമുക്ക് കുറച്ച് ആ ഒരു മാപ്പിൽ അവനെ കാണിക്കുന്നുണ്ട്, അത് വെച്ച് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇതിലേക്കൂടെയാണ് ഈ സിം കയറിപ്പോയത്. ഇതിൻ്റെ സൈഡിൽ സ്പേസ് ഉണ്ടോ? കാണുന്നുമില്ലോ. അത് നോക്കിയിട്ട് അങ്ങ് പോയാൽ മതിയായിരുന്നു. ഇത് ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ ഒരു ചെറിയൊരു ഇത് കാണുന്നുണ്ട് കേസ്. ഇതിലേക്കൂടെ സുഖമായിട്ട് അങ്ങ് കയറി മേളിലെത്താൻ തോന്നുന്നു. അപ്പോൾ ഇത് തന്നെ ഈസ് കുറച്ച് ബേക്കിൽ നിന്ന് നമുക്ക് ഒന്നും കൂടെ സ്പീഡിൽ വരാം. എന്താവുമെന്നൊന്നും അറിയില്ല ഈസ്, രണ്ടും കൽപ്പിച്ച് അങ്ങ് കയറി പോവാം. അന്ന് നമ്മൾ കയറിപ്പോയത് ഇങ്ങനെയല്ല ഈസ്. അന്ന് നമ്മൾ ഇതിലേക്കൂടെ കയറിയിട്ട് അപ്പുറത്തെ സൈഡ് കൂടി അങ്ങ് പോയിട്ട് അതിലേക്കൂടെ കയറി വന്നു ഈസ്. ഇന്ന് നമ്മൾ നേരെ അങ്ങ് കയറി പോവുക. വേറെ ഇതിലും കയറുന്നില്ല ഈസ്, സ്ട്രെയിറ്റ് അങ്ങ് കയറാൻ പോവുക. ഇപ്പോൾ സുഖമായിട്ട് കയറി പോകുന്നില്ല. ഈ സ്റ്റോക്ക് ഡിഫൻഡർ തന്നെയാണോ ഇത്? അണ്ണ ഇവിടെ എഞ്ചിൻ വെച്ചിട്ട് എനിക്ക് കയറി പോകുന്നില്ല. അണ്ണ ഇങ്ങനെ എത്ര സ്പീഡിൽ കയറി വരുന്നത്? നീയല്ലേ പറഞ്ഞത് നിൻ്റെ വലിയ പവറുള്ള എഞ്ചിനാണ്. നിൻ്റെ സ്റ്റോക്ക് എഞ്ചിനാണല്ലോ അതിനേക്കാൾ നല്ലത്. പറയണ്ടായിരുന്നു ഈസ്. നമ്മുടെ വണ്ടി ഇപ്പോൾ കയറുന്നില്ല. അയ്യോ അണ്ണാ, അത് വണ്ടി നിന്ന് പോകണ്ട കേട്ടോ. ആ ഒരു സ്പീഡിൽ വരുവാണെങ്കിൽ സുഖമായിട്ട് അങ്ങ് പോകും. നമ്മൾ നിർത്തിയിട്ട് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ കയറി പോകില്ല. പക്ഷെ എനിക്ക് ഡ്രിഫ്റ്റായി കളിക്കുകയായിരുന്നേ. എനിക്കിവിടെ ഡ്രിഫ്റ്റൊന്നുമല്ല, വണ്ടി കയറി പോകാനുള്ള പവറല്ലേ ഇതിന്. നമുക്ക് കുറച്ച് സൈഡിലോട്ട് പോയിട്ട് അപ്പുറത്തൂടെ അങ്ങനെ കയറി വന്നാലോ? അല്ലാതെ നടക്കൂലെന്ന് കേട്ടോ തോന്നുന്നത്. ഡയറക്റ്റ് ഇത് കയറി പോകില്ല. നമുക്ക് ഈ സൈഡിലോട്ട് പോയി നോക്കാം. അണ്ണാ എനിക്കൊരു രക്ഷയില്ല കേട്ടോ. വീല് വെറുതെ സ്പിന്നായിക്കൊണ്ടിരിക്കുക. ഇത് വെച്ചിട്ട് കയറി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് ആ സൈഡിൽ കൂടെ തന്നെ കയറാൻ നോക്കാം. എനിക്ക് സ്പീഡ് കിട്ടി. ഈ സ്പീഡിൽ അങ്ങ് കയറി പോകണേ അങ്ങ് പോവും. പക്ഷേ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാതെ നമ്മൾ വെറുതെ സ്പീഡിൽ പോയിട്ട് കാര്യമില്ല. ഇവിടെ നിന്ന് അതിന് താഴെ വേണം ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. ഇത് പണി പാളിയില്ല കേസ്. നമ്മൾ ആ ഒരു സ്പീഡിൽ കയറി പോകുന്നുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ നിർത്തിയിട്ട് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല പണി കിട്ടും കേസ്. പക്ഷേ സ്ലോ ആയി, പിന്നെയും പണി പാളി. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്റ്റിയറിങ് തിരിച്ച് കേസ് എങ്ങനെയെങ്കിലും ഒക്കെ കയറി പോവാം.
എങ്ങനെയാണെങ്കിലും കേസ് ഇന്ന് നമ്മൾ ടോപ്പിലെത്തും ഇതിൻ്റെ. കാരണം ഇത്ര കഷ്ടപ്പെടാനൊന്നുമില്ല, ഞാൻ ഇതാണ്ട് സുഖമായിട്ട് അങ്ങ് മേളിലോട്ട് കയറി പോകുന്നത്, ഇതുപോലെ അങ്ങ് കയറുക. ഗൈസ് മറ്റേ എഞ്ചിൻ വെച്ചിട്ട് വന്നാൽ മതിയായിരുന്നു കേട്ടോ. ഇവന് ഇനി ഓഫ് റോഡെല്ലാം സുഖമായിട്ട് കയറിപ്പോവും. ഞാനിങ്ങനെ ഇരുന്ന് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് താഴോട്ട് പോയ പണി പാടുമോ ഒന്ന് നോക്കട്ടെ. ആ ഇത് സീനായി ഗൈസ്. ഇത് ഞാൻ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയെങ്കിൽ ഇതാണ്ട് ഇപ്പം അങ്ങോട്ട് കടന്നേനെ. നമുക്ക് റിവേഴ്സ് പോയിട്ട് ഒന്നും കൂടെ കയറി വരണമല്ലേ ഗൈസ്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ കുറച്ച് ബാക്കോട്ട് പോയിട്ട് ഗൈസ് അവിടെ നിന്ന് താഴേന്ന് കയറി വരുന്നതാണ്. പക്ഷേ വണ്ടി ഭയങ്കര പതുക്കെയാണ് ഗൈസ് പോകണം. സ്പീഡ് കൂടിയിട്ടുണ്ട്. പിന്നെ എന്തായാലും സീനില്ല ഗൈസ്, ഇങ്ങനെ സ്പീഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പീഡിലാണ് കയറി പോവാം. അപ്പോൾ ഇവിടെ നിർത്താനുള്ള സ്പേസ് ഉണ്ടോ ഇവിടെ എങ്ങാനും കൊണ്ട് നിർത്താമല്ലേ ഇങ്ങനെ. ഞാൻ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം ഗൈസ് നിങ്ങളെ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ താഴോട്ട് നോക്കുമ്പോൾ. നിങ്ങളെ കാണിച്ചു തരാം, ഒന്ന് ഇറങ്ങട്ടെ. ഇത് പാർക്കിങ്ങിലാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പുറിൻ്റെ താഴോട്ട് പോകും. എടാ അവൻ അവിടെ കൊണ്ടിട്ടല്ലേ ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു വ്യൂ ഇവിടെ നിന്നുള്ളത്. ഇവിടെ ഇതിൻ്റെ പൊക്കത്ത് ഗൈസ് നമ്മുടെ ഡിഫൻഡറും താഴോട്ട് അത്ര സ്ഥലമെല്ലാം കാണാം, ഒരു രക്ഷയില്ല. നോക്കിയാൽ മറ്റേ റോഡ് അവിടെ കാണാം. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ വേറെ കുറേ സ്ഥലമുണ്ട്. പിന്നെ അവിടെ വേണ്ട മറ്റേ ആ ഒരു ടൈറ്റാനിക് ആക്സിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് പോയില്ലേ, ആ ഒരു കപ്പലും കാണാം കേസ് ഇവിടെ നിന്ന്. ഞാൻ എന്തായാലും അവൻ നിൽക്കുന്നിടത്തോട്ട് പോട്ടെ കേസ്. അവിടെ പോയിട്ട് നമുക്കൊരു തമ്പനയിൽ എടുക്കണം, 2 വണ്ടിയും കൂടി ഇട്ടിട്ട്. എന്നിട്ട് നമുക്ക് ഈ അടുത്തൊരു സ്പോട്ടും കൂടെ തപ്പണം. ഇന്ന് എന്തായാലും നമ്മൾ ഈ ഒരു സ്പോട്ടും കൊണ്ട് തന്നെ നിർത്തൂല. കുറച്ച് ഓഫ് റോഡ് സ്പോട്ടിൽ നമുക്ക് പോകണം കേസ്. ഇവിടെ നമ്മൾ ഇതിനു മുമ്പ് വന്നില്ല, അതുകൊണ്ട് നമുക്കൊരു പുതിയൊരു സ്പോട്ടിലും കൂടെ പോകണം. പിന്നെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടണമെന്ന് എന്തായാലും പറയാം. ഞാൻ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ ഒരു വീഡിയോ അതിൻ്റെ പകും. നമ്മൾ ഈ ഒരു സ്പോട്ടിൽ കയറുമ്പോൾ തന്നെ ഈ ഏതാണ്ട് 10 മിനിറ്റിന് മുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു 2 സ്പോട്ടും കൂടെ കയറണം എന്നാണ്. അപ്പോൾ എന്തായാലും ഒരു 30-40 മിനിറ്റൊക്കെ ആവും കേസ്. അപ്പോൾ അത്ര നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിന് സെക്കൻഡ് പാർട്ട് വേണം എന്തായാലും നാളെ കമൻറ്റ് ചെയ്യുക കേസ്. എന്തായാലും ഇപ്പോൾ വീഡിയോ അതിൻ്റെ പാക്കുന്നില്ല, കുറച്ചും കൂടെ അങ്ങ് പോട്ടെ. അപ്പോൾ എന്തായാലും വീഡിയോയ്ക്ക് ഹൈപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ കേസ് ഇപ്പോൾ തന്നെ ഹൈപ്പ് ചെയ്യുമോ. നീ അങ്ങോട്ടാണ് ഇറങ്ങി പോണേ. അവിടെ കാണുന്നുണ്ട്, അതെന്താണ് ഫാക്ടറിയോ? നമുക്ക് അങ്ങോട്ടേക്ക് അങ്ങ് പോയാലോ വണ്ടി എടുത്തോണ്ട്? എടാ നിനക്ക് പ്രാന്താണ്, ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ പോലും പറ്റൂല ഗൈസ്. നോക്കി ഇവിടെ നിന്ന് ഇവൻ എങ്ങനെ ഇറക്കിക്കൊണ്ട് പോകാനാ? നമ്മൾ വന്ന വരെ തിരിച്ചു പോകണ്ടേ ഇനി? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ വേണ്ട ഇതിലേക്കൂടെ തന്നെ ഇറങ്ങിപ്പോകും. ഞാൻ എന്തായാലും ഇറങ്ങാൻ പോവാം ഗൈസ്. ഇവന് പ്രാന്താണെന്ന് കേട്ടോ തോന്നുന്നേ, വഴി പോലും ഇല്ല അങ്ങോട്ട്. എന്നിട്ട് ഇറങ്ങാൻ പോകുന്നു. ഞാൻ ജസ്റ്റ് ഇവനെ ആദ്യം പറഞ്ഞു വിടട്ടെ ഗൈസ്, എന്നിട്ട് നമുക്ക് ഡ്രോണിൽ നോക്കാം ഇവനെങ്ങനെയാണ് പോകുന്നതെന്ന് ഗൈസ്. അവനവിടെ നിന്ന് എന്തായാലും ദേണ്ട അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ വരെ ഒരു അത്യാവശ്യം വഴിയുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് നിങ്ങൾ താഴോട്ട് നോക്കിയാൽ ഒന്നുമില്ല, അതെടുത്ത് ചാടിച്ചവൻ അതാ പോന്നാ ഗൈസ്. എന്നാലും വണ്ടി മറിഞ്ഞിട്ടില്ല കേട്ടോ, നല്ല സേഫായിട്ട് തന്നെ പോയിട്ട് ലാൻഡ് ആയിട്ടുണ്ട് ചേർക്കാൻ. ഇനി ഞാനും എടുത്തുകൊണ്ട് പോകണം കേസ്. ഇതുപോലെ ഞാൻ മിക്കവാറും അവിടെ നിന്ന് അടിച്ചിടിച്ച് താഴോട്ടൊക്കെ ഉരുണ്ടൊക്കെ ആയിരിക്കും കേസ് വരുന്നത്, ഉറപ്പാണ്. ഇവരെന്തായാലും ഭാഗ്യത്തിന് കേസ് എവിടെ ഇടിക്കാതെ നേരെ അങ്ങ് താഴോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന വഴി കൂടെ ഇറങ്ങിപ്പോകണം കേസ്. എന്ത് ഭ്രാന്താലേ, എന്തായാലും പോയി നോക്കാം. ഇത് കഴിഞ്ഞിട്ട് കേസ് നമ്മുടെ ആ ഒരു റിസോർട്ടിലോട്ട് പോകണം. റിസോർട്ടിലോട്ട് പോയി കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാൻ തോന്നുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ഓഫ് റോഡ് പോകാം കേസ്. ഇപ്പോൾ തന്നെ ഈവനിങ് ആണ് നമ്മൾ ഇറങ്ങിയത്. നൈറ്റ് ആവാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പണിയായിരിക്കും ഓഫ് റോഡൊക്കെ വന്നിട്ട്. ഇത് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കിക്കൊണ്ട് പോകണം കേസ്. അവനെ കാണാനുമില്ല. അവൻ ഉണ്ടായിരുന്ന കേസ് അവനോട് ചോദിച്ചിട്ട് മെല്ലെ ഇറങ്ങായിരുന്നു. അവനങ്ങ് താഴെ എങ്ങാനും എത്തിയിട്ടുണ്ട്. ഈ വഴിയാന്ന് തോന്നുന്നു അവൻ പോയത്. ആ തീരുമാനമായി. ആ ഓഫ് റോഡ് കൊണ്ട് ആഗ്രഹം അങ്ങ് തീർന്നു കേസ്. വണ്ടിക്ക് എന്തെങ്കിലും പറ്റുമോ നോക്കട്ടെ. ആ ഗ്ലാസ് പോയിട്ടുണ്ട്, വേറെ ഒന്നും പറ്റിയില്ലേ കേസ്. അപ്പോൾ ആക്സിഡൻറ്റ് ടെസ്റ്റ് നിങ്ങൾ കാണും ഡിഫൻഡറിൻ്റെ, ഒന്നും പറ്റിയിട്ടില്ല കേസ്. ഇവനെങ്ങോട്ടാ പോയേ കേസ്? അവനവിടെ നിന്ന് നേരെ ആ ഫാക്ടറിയിലോട്ട് പോയിട്ട് കുടുങ്ങിപ്പോയായിരുന്നു കേട്ടോ. അവിടെ ഒരു ഫാക്ടറീൻ്റെ ഗേറ്റ് ഉണ്ട് കേസ്, അതിനകത്ത് ഇടിച്ച് കിടക്കുമായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ കേസ് അവനെ അവിടെ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ റിസോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ് ഇപ്പം. അപ്പോൾ ഇന്നെന്തായാലും അവിടെ നിൽക്കണം. അവനെ ഒന്ന് കയറ്റി വരട്ടെ ഫ്രണ്ടിൽ. എന്നാലും 1.5 കുടുങ്ങലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ആ മലയിൽ നേരെ അങ്ങ് ഇറക്കിയതാണ്. നേരെ ഗേറ്റ് കൂട്ടിയിട്ട് അവിടെ വണ്ടി ലോക്കായി പോയി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിക്ക് നിൽക്കുമായിരുന്നു. എന്തായാലും രക്ഷപ്പെട്ടു. ഇവിടെ എവിടെയാണ് റിസോർട്ട്? അത് നീ കുറച്ച് ഫ്രണ്ടിലോട്ട് പോക്കോ, അവിടെ റൈറ്റ് സൈഡിൽ തന്നെ ഉണ്ട്, കാണുമ്പോൾ തന്നെ തിരിയും. ആ കണ്ട് ഇവിടെയല്ലേ ഇത്രയും കിട്ടുന്ന സ്ഥലമുണ്ടല്ലേ? ഞാൻ ഈ വഴിക്കൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. നീ ഈ വഴിക്ക് ആദ്യമായിട്ട് വരുന്നതാണോ അല്ലെങ്കിൽ മറന്നു പോയതാണോ ഇതിനു മുമ്പ് വന്നിട്ട്? അല്ലാണ്ട് ഇതെന്തായാലും ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എന്താണെങ്കിലും ഞാൻ ഇവിടെ വന്നു കഴിയുമ്പോൾ അതിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇത് ഞാൻ ഫസ്റ്റ് ടൈം തന്നെയാണ്. ഇന്നെന്തായാലും നമുക്ക് ഇവിടെ നിൽക്കാം. എന്നിട്ട് നാളെ രാവിലെയോ അല്ലെങ്കിൽ നാളെ ഈവനിങ്ങോ ഇറങ്ങാം. അതുവരെ ഇവിടെ കുറേ കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ട്, അവിടെയല്ലേ നമുക്ക് പോവാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ മുകളിലോട്ട് പാർക്ക് ചെയ്യട്ടെ. ഇതിൻ്റെ മുകളിലോട്ടൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുമോ വണ്ടി? എന്നാൽ പിന്നെ പറയണ്ട, ഞാൻ ഇവിടെ താഴെ പാർക്ക് ചെയ്തിടാൻ പോകായിരുന്നു. ഞാനും വരുന്നു. ഇങ്ങോട്ട് എടുത്തോണ്ട് വരുമ്പോൾ നോക്കണം, ഇവിടത്തൊന്നും ഇടിച്ച് കളയില്ലേ, സൂക്ഷിച്ചൊക്കെ കയറി വരണേ. ഓ ഞാൻ പ്രൊഫഷണൽ ഡ്രൈവറല്ലേ, ഇത്ര ഓഫ് റോഡ് കയറി നമുക്കാണോ ഇത്ര ചെറിയ സംഭവമൊക്കെ? ഇതൊക്കെ നമ്മൾ ഈസി ആയിട്ട് കയറി വരും. കണ്ടാൽ മതി. ഞാൻ എന്തായാലും ഇവിടെ നിർത്തുക. നീ ബേക്കി വരുന്നുണ്ടോ? എന്നെ ക്ലാസ്സിൽ കാണുന്നൊന്നുമില്ലല്ലോ. ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് നിർത്തിയിട്ട് നമുക്ക് ഇറങ്ങി നോക്കാം കേട്ടോ, അവൻ വരുന്നുണ്ടോയെന്ന്. അവനെ കാണുന്നൊന്നുമില്ല. അതേണ്ട മെല്ലെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇവനും കൂടെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടിട്ട് നാളെ നമുക്ക് ഈ സ്കിള്ള സ്പോട്ടിലോട്ടൊക്കെ പോകണം വേറെ. അപ്പോൾ ഇതുപോലത്തെ ഓഫ് റോഡ് സ്ഥലം കണ്ടുപിടിക്കൽ കുറച്ച് ടാസ്ക്കാണ്. എന്നാലും നോക്കാം നമുക്ക്. ഏതെങ്കിലും മല കാണുമ്പോൾ കയറി പോകാമല്ലോ. ഇത് ഞാൻ താഴോട്ട് ഇറങ്ങിപ്പോയി, കയറി പോട്ടെ.
നീ ഇവിടെ എന്നെ കാണിക്കും അങ്ങോട്ട് നോക്കി നിൽക്കുന്നേ? അണ്ണാ നേരെ കാണുന്ന മലയുണ്ടല്ലോ, അവിടെ നോക്കി കുറച്ച് താഴത്തോട്ടൊക്കെ ഇറങ്ങി വണ്ടിയൊക്കെ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ അങ്ങോട്ട് പോയാലോ? നീ അവിടെ ഒന്നും പോയിട്ടില്ലേ? ഇല്ല, ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല. ഇവിടെ നോക്കുമ്പോൾ നല്ല രസമുണ്ട്. ഞാൻ എന്തായാലും അങ്ങ് പോവാട്ടോ. എടാ നാളെ പോവാ, ഇന്ന് തന്നെ ഇവിടെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ടാക്കാൻ കാണിച്ചു തരാം. യെസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കുക. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വേണമെന്നൊക്കെ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിള്ളം വീഡിയോ ആയിട്ട് കാണാം ഗീസ്. അതുവരെയും ബൈ.